നമസ്കാരം മക്കളെ, സുബർ സാറാണ്. നമ്മളിന്ന് പ്ലസ് കാർക്ക് വേണ്ടി ഓണം എക്സാമിനുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഇപ്പോൾ എക്സാമിന് വേണ്ടി കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടാവും, എന്നാലും മുഴുവനായിട്ടുള്ള പഠിത്തമൊന്നും കാണത്തില്ല. കൂടുതലും ആൾക്കാർ മെട്രിസസും ഡിറ്റർമിനൻസും പിന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയും ഈ 3 ചാപ്റ്ററിലാണ് കൂടുതൽ പഠിച്ചിരിക്കുന്നത്. പിന്നെ ഡിഫറൻസിയേഷന്റെ കുറച്ച് ഇങ്ങനെയൊക്കെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പഠിക്കാനുള്ള സാധ്യതയില്ല അല്ലേ? കാരണം ഇതൊന്നും വലിയൊരു പ്രശ്നമല്ല എന്നുള്ളതാണ്. ഈ എക്സാം ഒന്നും വലിയൊരു കുഴപ്പമൊന്നും ഉള്ളതല്ല. അത്യാവശ്യം ഇച്ചിരി മാർക്ക് കിട്ടുക അത്രയോ ചിന്തയുള്ളൂ അല്ലേ? പക്ഷെ നമ്മുടെ റിസൾട്ട് ഓരോ വർഷം കഴിയുന്നതോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഏകദേശം 76 സംതിങ് ആയി കഴിഞ്ഞു. ഇതൊക്കെ ഒരു 85-നൊക്കെ മേളിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല കോഴ്സ് കണ്ടെത്തി പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഇപ്പോഴേ നന്നായിട്ട് പഠിച്ചേക്കണം. നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകൾ, നോട്ട്സുകൾ. ഇനിയിപ്പോൾ ഓൺ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണേൽ ജോയിൻ ചെയ്താൽ ഇനി അങ്ങോട്ടുള്ള എല്ലാം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫുൾ പഠിച്ച് ആദ്യം തൊട്ടുള്ള ഫുൾ ക്ലാസ് നമ്മൾ തരുകയും ചെയ്യും കേട്ടോ. പിന്നെ എക്സാം എടുക്കുമ്പോൾ നമുക്ക് റിവിഷൻ ക്ലാസ്, പിന്നെ നോട്ട്സുകൾ എല്ലാം തരും. പിന്നെ നിങ്ങൾക്ക് വേണ്ട എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിഡിക്ഷൻസ് ക്വസ്റ്റൻസുകൾ, എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ പാക്കേജ് എല്ലാം തരും കേട്ടോ. എല്ലാം തന്നുള്ളതായിരിക്കും. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഫൈൻഡ് dy/dx. ഇങ്ങനെ തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും 6 മാർക്സിനുള്ളിൽ. അത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ് ഇപ്പൊ എടുത്തേക്കുന്നത്. x²/a² + y²/b² = 1. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നിന്ന് dy/dx കണ്ടുപിടിക്കണം. അപ്പൊ ഇതാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ഏത് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച പരാബോള, സർക്കിള്, എലിപ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലയോ? ഹൈപ്പർബോളയൊക്കെ. ഇത് എലിപ്സിന്റെ ഇക്വേഷൻ ആണ്. ഇതിനുള്ളിൽ നിന്നും ഡിവൈസിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ കാണുമ്പോൾ നമുക്ക് അത്ര ഈസി ആയിട്ട് തോന്നത്തില്ല. അത്രയേ ഉള്ളൂ കുഴപ്പം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിഫറൻഷിയേറ്റിംഗ് എന്നങ്ങോട്ട് എഴുതണം. ഡിഫറൻഷിയേറ്റിംഗ് എന്ന് എഴുതിക്കണം. ഫസ്റ്റ് ടൈം ആരംഭിന് x²/a². ഉടനെ നമ്മുടെ മനസ്സിൽ കോഷ്യന്റ് റൂൾ കയറി വരും അല്ലേ? ഫ്രാക്ഷൻ അല്ലാടാ, പിന്നെ കോഷ്യന്റ് റൂൾ എന്താണ് ഉപയോഗിച്ചാൽ വേണ്ട. ഇവിടെ ന്യൂമറേറ്റർ മാത്രമേ ഉള്ളൂ എക്സിന്റെ ടൈം. ഇതിനോട്ട് ഒരു കോൺസ്റ്റന്റ് അവൻ a². ഈ a² എന്ന് പറഞ്ഞ ഒരു നമ്പർ പോലെ കരുതിയാൽ മതി. 5 എന്നും 2 എന്നും പോലെ ഒരു നമ്പർ പോലെ ഇയാളെ കരുതിയാൽ മതി. അപ്പൊ x²/a² ഉള്ളിലെ x²ന്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്കറിയാം. ആരാ മോനെ? 2x. ചുമ്മാതെ a² താഴെ എഴുതിയാൽ മതി, അല്ലാതെ ഇതിനെ കോഷ്യന്റ് എഴുതണം. ഇത്ര ഉള്ളായിരുന്നു. ഇനി അതുപോലെ തന്നെയാണ് y²/b². y² ഡെറിവേറ്റീവ് 2y × dy/dx b² ചുമ്മാതെ എഴുതി. 1ന്റെ ഡെറിവേറ്റീവ് എത്രയായി പോയി മോനെ? 0. ഓക്കെ, ഡിഫറൻസിയേഷൻ പ്രോസസ് കഴിഞ്ഞു എന്ന് പറയാൻ ഡിഫറൻസിയേഷൻ ഇനി ഇല്ല. ഇനി ഇതിനുള്ളിൽ നിന്നും നമുക്ക് dy/dx ഇങ്ങോട്ട് തരം തിരിച്ച് കണ്ടുപിടിക്കണം. അപ്പൊ ആകെ 2 ടൈംസ്, ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം. നമുക്ക് ആ dy/dx ഉള്ളത് രണ്ടാമത്തേല. അപ്പൊ ds ഇല്ലാത്തതിന് അപ്പുറത്തും കൊണ്ടില്ല. ആ രണ്ടാമത്തെ ടൈമിന് എഴുതി തുടങ്ങും. ദാറ്റ് ഈസ് 2y × dy/dx ആരാ? b² = ഇവൻ അപ്പുറത്ത് ചെല്ലുമ്പോൾ -2x / a². ഇവിടെ നമുക്ക് ഈ 2ഉം 2നെ നമുക്ക് ധൈര്യമായിട്ട് വെട്ടിക്കളയാം കേട്ടോ. നമുക്ക് ഇവിടുന്ന് വേണ്ടത് dy/dx അല്ലയോ? ബാക്കി ടൈമിനെ അങ്ങോട്ട് എടുത്ത് എഴുതി കഴിഞ്ഞാൽ y × dy/dx b² = -x/a² എന്ന് കിട്ടി. ഈ b² അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y × dy/dx = b² ഇവിടോട്ട് എത്തുമ്പോൾ -b²x / a². ഇതിപ്പോ നമ്മുടെ കിട്ടിയത് y dy/dx ആണ്. therefore അവിടുന്ന് dy/dx വേണമെന്നുണ്ടെങ്കിൽ -b²x / ഇവിടെ a² ഉണ്ടല്ലോ മോനെ, ഈ y ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ഇവിടെ എത്തും കേട്ടോ. y ദാറ്റ്സ് ഓൾ. ഇതാണ് നമ്മുടെ dy/dx. ഇവിടെ നിന്നാണ് ഇങ്ങനെയാണ് ഒരു ഇംപ്ലിസിറ്റ് ക്വസ്റ്റ്യനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതിനുള്ളിൽ നിന്ന് dy/dx കണ്ടുപിടിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നില്ലേ? ഇപ്പൊ കുഴപ്പമില്ല അല്ലേ? അല്ലെങ്കിൽ ഇതിനൊക്കെ കാണുമ്പോൾ നമുക്ക് പല രീതിയിൽ കൂടെയുള്ള ഡെറിവേറ്റീവ് തോന്നും. അങ്ങനെയൊന്നും ചെയ്യരുത്. ഓക്കെ, ഇനി നമുക്ക് 1-2 ഡെറിവേറ്റീവ്സുകൾ എന്ന് എളുപ്പം ഒന്ന് പരിചയപ്പെടുത്തി തരാം. നോക്കിക്കോണേ. ഇപ്പൊ sin ഓഫ് √tan x, ഇത് y = എന്നാണ് കേട്ടോ. y = sin ഓഫ് √tan x. ഇത് എക്സാമിന് ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ സിംഗിൾ ടേമിന്റെ ഡെറിവേറ്റീവ് കേട്ടോ. sin ഓഫ് √tan x എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം dy/dx ചെയ്യുമ്പോൾ സ്റ്റാർട്ടിംഗ് ഫംഗ്ഷൻ ആരാ മോനെ? സൈൻ ആണ്. സൈൻ കണ്ട ഡെറിവേറ്റീവ് ആരാ മോനെ? കോസ. സൈനുള്ള ആരാണെങ്കിലും പ്രശ്നമില്ല. സൈൻ ഓഫ് എന്ന് കണ്ടാൽ ഡെറിവേറ്റീവ് എന്താ മോനെ? കോസ് ഓഫ് √tan x. ആദ്യത്തെ ടേം സൈൻ ഓഫ് √tan x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സൈനിന്റെ ഡെറിവേറ്റീവ് കോസ്. സൈനിനുള്ളിലുള്ള ഇത്രയും നമ്മൾ കോസിനുള്ളിൽ എഴുതണം. തീർന്നില്ല. ഇനി അകത്തോട്ട് കയറി സൈനെ കഴിഞ്ഞു, അകത്തോട്ട് ഇപ്പൊ റൂട്ടാ.
റൂട്ട് എക്സിന് ഡെറിവേറ്റീവ് ഓർമ്മ വരണം. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്? 1/2 റൂട്ട് എക്സ്. എന്താണ് 1/2 റൂട്ട് എക്സ്? റൂട്ട് ഓഫ് ടാൻ എക്സിന് ഡെറിവേറ്റീവ് 1/2 റൂട്ട് ഓഫ് ടാൻ എക്സ്. തീർന്നില്ല. പിന്നെ അകത്തെ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് 6² എക്സ്. ഇത്രയുണ്ട് കേട്ടോ. ഇത്രയാണ് ഇതിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ നമുക്ക് സൈനിന്റെ ഡെറിവേറ്റീവ് കോസ്, റൂട്ടിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് ഓഫ് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് 6² എക്സ്. തീർന്നു. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ y ഈസ് ഈക്വൽ ടു e റൈസ് ടു sin x പ്ലസ് cos x. y ഈസ് ഈക്വൽ e റൈസ് ടു sin x പ്ലസ് cos x എന്ന് കണ്ടു. ഇതിന് ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ അവിടെ നമുക്ക് dy/dx ചെയ്യുമ്പോൾ ആൻസർ ചെയ്യുമ്പോൾ നോക്കിക്കേ, സ്റ്റാർട്ടിംഗ് ഫംഗ്ഷൻ e റൈസ് ടു ആണ്. അപ്പൊ e റൈസ് ടു എക്സിന് ഡെറിവേറ്റീവ് നമ്മുടെ മനസ്സിൽ വരണം. എന്താണ് e റൈസ് ടു എക്സിന് ഡെറിവേറ്റീവ്? e റൈസ് ടു എക്സ് തന്നെയാണ്. അപ്പൊ e റൈസ് ടു sin x പ്ലസ് cos x ഡെറിവേറ്റീവ് അത് തന്നെ എന്ന് പറഞ്ഞാൽ e റൈസ് ടു sin x പ്ലസ് cos x തന്നെ ആദ്യം. ഓക്കെ, e റൈസ് ടു എക്സിനെ വെച്ചുകൊണ്ടുള്ള രീതി കൂടെ e റൈസ് ടുനെ ചെയ്തു. ഇനി പവർ ചെയ്യുമ്പോൾ sin x പ്ലസ് cos x ന്റെ sin x ന്റെ എത്രയാണ്? cos x പ്ലസ് cos x ന്റെ ആരാണ്? മൈനസ് sin x. ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ എന്ന് തോന്നുമ്പോഴും ഇതൊക്കെ നമ്മൾ തന്നെ എഴുതുമ്പോൾ തെറ്റുമെന്നുള്ളൊരു പേടിയുണ്ട്. കുറെ പ്രാക്ടീസ് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. ഓക്കെ, y ഈസ് ഈക്വൽ ടു 3 റൈസ് ടു 2x. ഈ 3 റൈസ് ടു 2x എന്ന് കാണുമ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് പോലും ഇല്ല. ഇങ്ങനത്തെ ക്വസ്റ്റൻ ഒക്കെ ഉണ്ടോ എന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം a റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് പറയണേ. a റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് a റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് a എന്നാണ്. അപ്പൊ 3 റൈസ് ടു 2x ഡെറിവേറ്റീവ് വരുമ്പോൾ dy/dx ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 3 റൈസ് ടു 2x ഇൻറ്റു ലോഗ് 3 എന്നാണ്. തീർന്നില്ല കേട്ടോ, ഒരാളുണ്ട്. അപ്പോൾ a റൈസ് ടു എന്നുള്ള പോലെ a റൈസ് ടു എഴുതി, ഇൻറ്റു ഈ 3യുടെ ലോഗ് എഴുതി. കണ്ടോ, എയുടെ ലോഗ് എഴുതുന്ന പോലെ. എന്നിട്ട് ആ പവർ കിടക്കുന്ന 2xന്റെ ഡെറിവേറ്റീവും കൂടെ ഇൻറ്റു ചെയ്യണം കേട്ടോ, ഇൻറ്റു 2. ഇവിടെ നമ്മൾ ഇപ്പൊ ഇൻറ്റു ചെയ്യാൻ എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആയതുകൊണ്ടാണ് അത് വേണ്ട. പക്ഷെ ഇൻറ്റു 2 ആയതുകൊണ്ട് 2xന്റെ ആണ് ഇൻറ്റു 2 വേണം. ഈ 3 ഇൻറ്റു 2 6 എന്നൊന്നും എഴുതരുത്. വേണമെങ്കിൽ 2നെ ഇവിടെ കൊണ്ടുവന്നൊക്കെ എഴുതാം കേട്ടോ. 2 ഇൻറ്റു 3 അല്ലാതെ ലോഗ് 6 എന്നൊക്കെ എഴുതുന്നത് തെറ്റാണ്. അടുത്ത നമ്മുടെ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. അതിനുള്ളിൽ ഒരു ക്വസ്റ്റൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എക്സാമിന് ഇങ്ങനെയാണ് ഇവിടെ ചോദിക്കുന്നത്, ഡിഫറൻഷിയേറ്റ് എക്സ് റൈസ് ടു എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റൻ. ഇതൊക്കെ ലോഗരിതമിക് ആണെന്ന് നമ്മളെങ്ങനെ തിരിച്ചറിയുന്നത്? എക്സാമിന് അങ്ങനൊന്നും പറയത്തില്ല. യൂസിങ് ലോഗരിതമിക് ഡിഫറൻറ്റ് അങ്ങനൊന്നും ചോദിക്കില്ല. ക്വസ്റ്റ്യൻ വരും, നമ്മളാണ് തിരിച്ചറിയേണ്ടത്. ഇത് ലോഗരിതമിക് കൊണ്ടാണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിക്കേ. ബേസിലും എക്സ് ഉണ്ട്, പവറിലും എക്സ് ഉണ്ട്. കണ്ടോ, ബേസിലും പവറിലും എക്സും വൈയും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ലോഗരിതമിക്കേ പറ്റുള്ളൂ. ഒന്നുകൂടെ കേട്ടെ, ബേസിലും എക്സോ വൈയോ കാണണം, പവറിലും എക്സോ വൈയോ കാണണം. ആരെങ്കിലും ഒരാൾ കോൺസ്റ്റന്റ് ആവില്ല. ബേസിലും പവറിലോ എവിടെയും ഒരാളും കോൺസ്റ്റന്റ് ആവില്ല. രണ്ടിടത്ത് എക്സിന്റെ ടേംസും വൈയുടെ ടേംസും കാണണം കേട്ടോ, ബേസിലും പവറിലും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് y ഈക്വൽ ടു എക്സ് റൈസ് ടു എക്സ് എന്ന് സെറ്റ് ചെയ്യണം. എന്നിട്ട് ടേക്കിംഗ് ലോഗ് നമ്മൾ അപ്പുറം ഇപ്പുറവും എന്ത് അപ്ലൈ ചെയ്യണം? ലോഗിനെ അപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ലോഗ് y ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് റൈസ് ടു എക്സ്. അപ്പുറം ഇപ്പുറം ലോഗിനെ നമ്മൾ എടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഈ ലോഗിനെ എടുക്കുന്നതുകൊണ്ടാണ് ഇതിനെ ലോഗരിതമിക് എന്ന് പറഞ്ഞാൽ. അല്ല ക്വസ്റ്റ്യനിൽ ലോഗ് വരും എന്നല്ല. ഓക്കെ, ലോഗിനെ യൂസ് ചെയ്ത് നമുക്ക് ഡിഫറൻസിയേഷൻ നടത്താൻ പറ്റുന്ന രീതിയിൽ കൂടെ കൺവേർട്ട് ചെയ്യും. ഇപ്പൊ നമുക്ക് ഈ കിടക്കുന്ന മാതിരി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലോഗിനെ അപ്ലൈ ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് ഈ പവർ ആയി എക്സ് ഇവിടെ വരുമ്പോൾ എക്സ് ഇൻറ്റു ആരെന്ന് കിട്ടുമോനെ? ലോഗ് എക്സ്. ഇപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? ഡിഫറൻസിയേഷൻ നടത്താം. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y ഇൻറ്റു dy/dx. ഇതാണ് ലോഗ് വൈ. ലോഗ് എക്സിന്റെ എത്ര? 1/x. ലോഗ് വൈയുടെ എത്ര? 1/y ഇൻറ്റു dy/dx എന്ന് പറയണം കേട്ടോ. ലോഗ് വൈയുടെ 1/y ഇൻറ്റു dy. റൈറ്റ് സൈഡ് എക്സ് ഇൻറ്റു ലോഗ് എക്സ്, ഡിഫറൻഷിയേറ്റഡ് ബൈ പ്രോഡക്റ്റ് റൂൾ. ഓക്കെ, this is first function and this is second function. Then what is product rule? First into derivative second plus second into derivative first. വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം, വളരെ ഫാസ്റ്റ് ആയിട്ട് പറയണം മനസ്സിൽ കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് ഇൻറ്റു എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എത്ര? 1/x പ്ലസ് സെക്കൻഡ് ഇൻറ്റു ദാറ്റ് ഈസ് ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിന്റെ എത്ര? 1. അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അവിടെ എക്സ് ഇൻറ്റു 1/x, എക്സ് വെട്ടിപ്പോയി. നമുക്ക് വേണ്ടത് ആരാ മോനെ? dy/dx ആണ്. അപ്പൊ y ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ y ഇൻറ്റു ബ്രാക്കറ്റിൽ കേട്ടോ, ബ്രാക്കറ്റിൽ 1 പ്ലസ് ആരെന്ന് കിട്ടും? ലോഗ് എക്സ്. ഇത്രയേ ഉള്ളൂ, തീർന്നു. എന്നിട്ട് ഈ വൈക്ക് പകരമേ
ഈ x എന്ന് എഴുതിയാൽ കുഴപ്പമില്ല, എഴുതിയില്ലെങ്കിൽ അവർ കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല കേട്ടോ, മാർക്കൊന്നും കുറയ്ക്കില്ല. പിന്നെ എഴുതിയാൽ ഇത്തിരി നല്ലതാണ് എന്നുള്ളത് മാത്രം. അടുത്ത് നോക്കിക്കേ, ഡിഫറൻഷിയേറ്റ് എന്നല്ല ഫൈൻഡ് dy/dx എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ എഴുതാം. ഫൈൻഡ് dy/dx എന്ന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. x ഈക്വൽ ടു a sec തീറ്റ ആൻഡ് y ഈസ് ഈക്വൽ ടു b tan തീറ്റ ഉണ്ടല്ലോ. ഫൈൻഡ് dy/dx ഇത് പാരാമെട്രിക് ആണ് കേട്ടോ, ഇതൊന്നും ആരും പറയത്തില്ല ഇത് പാരാമെട്രിക് ഇക്വേഷൻ ആണോ. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ക്വസ്റ്റ്യൻ കണ്ട് ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. രണ്ട് ഇക്വേഷൻ മാതിരി x ഈക്വൽ ടു y ഈസ് ഈക്വൽ ടു അങ്ങനെ രണ്ട് ഇക്വേഷൻസ് വരുമ്പോൾ അതെന്താണ്, പാരാമെട്രിക് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ x എടുത്ത് അങ്ങോട്ട് എഴുതണം. x ഈക്വൽ ടു a sec തീറ്റ, അവിടുന്ന് dx/d θ കണ്ടുപിടിക്കുമ്പോൾ a ഇൻറ്റു sec തീറ്റയുടെ ഡെറിവേറ്റീവ്, അതിനുവേണ്ടി sec x-ന്റെ ഡെറിവേറ്റീവ് ഓർമ്മ വരണം. sec x ഡെറിവേറ്റീവ് sec x tan x, അപ്പൊ sec തീറ്റയുടെ ഡെറിവേറ്റീവ് sec തീറ്റ tan തീറ്റ, അത്രയേ ഉള്ളൂ. sec തീറ്റ ഇൻറ്റു tan തീറ്റ, അത്രയും എഴുതിയാൽ മതി കേട്ടോ, അത്രയും കൊണ്ട് നിർത്തേക്കണം. അടുത്ത അരമനെ y അല്ലയോ, y ഈക്വൽ ടു b tan തീറ്റ എന്നാണ്. therefore അവിടുന്ന് dy/d θ ചെയ്യുമ്പോൾ b tan തീറ്റ, അപ്പൊ നമുക്ക് b ഒരു കോൺസ്റ്റന്റ് ആക്കി മാറ്റിയ ശേഷം tan തീറ്റ വേണമെങ്കിൽ tan x ന്റെ c സ്ക്വയർ x, tan തീറ്റ c സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പൊ tan തീറ്റ ഡെറിവേറ്റീവ് sec സ്ക്വയർ തീറ്റ രണ്ടും കിട്ടി. അപ്പൊ നമ്മുടെ x എടുത്ത് എഴുതി dx/d θ, y എടുത്ത് എഴുതി dy/d θ. നമുക്ക് വേണ്ടതാരാ, dy/dx. വേണമെങ്കിൽ dy/d θയെ dx/d θയും കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദിസ് ഈസ് എ ഫോർമുല ഫോർ ഫൈൻഡിങ് dy/dx ഫ്രം പാരാമെട്രിക്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് b sec സ്ക്വയർ തീറ്റ മണ്ടയ്ക്ക് എഴുതണം, a ഇൻറ്റു sec തീറ്റ tan തീറ്റ താഴെ എഴുതണം. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇത്ര മതിയോ? ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. സിംപ്ലിഫൈ ചെയ്യുന്ന കാണിക്കാം, നോക്കിയോ. ഇവിടെ sec സ്ക്വയർ തീറ്റ, ഇവിടെ ആരാ sec തീറ്റ. അപ്പം a സ്ക്വയറും എയും പോലെ, ഇപ്പൊ a സ്ക്വയറും എയും കണ്ടാൽ നമ്മൾ ഒരേ വെട്ടിപ്പോത്തില്ലയോ. അതുപോലെ sec സ്ക്വയറും സീക്കും കണ്ടാൽ ഒരു സീക്കിനെ വെട്ടിക്കളയാം. ബാക്കി ആരൊക്കെയുണ്ട്, b sec തീറ്റ ഡിവൈഡഡ് ബൈ a tan തീറ്റ എന്ന് കിട്ടി. ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു b ഇൻറ്റു sec തീറ്റ എന്ന് പറഞ്ഞാൽ 1 cos തീറ്റ, tan തീറ്റ എന്ന് പറഞ്ഞാൽ sin തീറ്റ ഡിവൈഡഡ് ബൈ cos തീറ്റ. ഓക്കെ, അപ്പോൾ b ഇൻറ്റു 1 cos തീറ്റ, a ഇൻറ്റു sin ബൈ cos തീറ്റ. അപ്പൊ ഈ cos തീറ്റകൾ തമ്മിൽ ക്യാൻസൽ ആവും മോനെ, കണ്ടോ. 1 cos തീറ്റ, sin തീറ്റ ബൈ cos തീറ്റ, ഇവിടെയും ഡിനോമിനേറ്റർ cos തീറ്റ, ഇവിടെയും ഡിനോമിനേറ്റർ cos തീറ്റ, അങ്ങനെ കോമൺ ഡിനോമിനേറ്റേഴ്സ് ക്യാൻസൽ ആയി. ബാക്കി ഇവിടെ ഒരു b/a ഉണ്ട്, ഈ എയുടെ കൂടെ ഒരു sin തീറ്റ ഉണ്ട് അല്ലേ. അപ്പൊ ആൻസർ b/a, താഴെ വേണേ sin തീറ്റ എഴുന്നേറ്റ് ഒരു മണ്ടയ്ക്കോട്ട് കൊണ്ടുവന്ന് cosec തീറ്റ എഴുതിയാൽ മതി. അപ്പൊ ആൻസർ b/a cosec തീറ്റ. ക്ലിയർ ആണല്ലോ. ഇതേപോലെ ക്ലാസ്സുകൾ ഇനിയും വരും, നിങ്ങൾ കാത്തിരിക്കുക. എക്സാം വരെ, നിങ്ങൾക്ക് പബ്ലിക് എക്സാം വരെ ഇതുപോലെ റെഗുലർ ആയിട്ട് ക്ലാസ്സുകൾ വരും. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്താൽ ഫുൾ ക്ലാസ് ഫുൾ മാർക്ക്. Goodbye.